കുട്ടി ഏതാ? ഞാൻ അപ്പുറത്തെ വീട്ടിലെയാ. സുജാതി എന്നാ പേര്. എന്ത് വേണം? ഞാൻ ചേട്ടന്റെ ഗാനമേള കേൾക്കാനുണ്ടായിരുന്നു. ഓ, എത്ര നന്നായി പാടി തുടങ്ങിയതാ, കഷ്ടമായി പോയി. എന്ത് ചെയ്യാൻ സുജാതി, ആ നശിച്ച ചുമ. ചേട്ടന്റെ പാട്ട് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. സുജാത എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ ചേട്ടൻ ഇവിടെ ഇരുന്ന് പാടുന്നത് ഞാൻ എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്നോ. ഞാൻ പറഞ്ഞിട്ടാ അച്ഛൻ ഇവിടെ വന്ന് ചേട്ടന്റെ ഗാനമേള ബുക്ക് ചെയ്തത്. ആ ജുബായിട്ട് വന്നില്ലേ, അതാ എന്റെ അച്ഛൻ. ഓ, മനസ്സിലായി. ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ്. അതെ. ചേട്ടാ, അന്ന് ഗാനമേളയ്ക്ക് പാടിയ പാട്ട് ഒന്ന് പാടാമോ? അതിനെന്താ, എങ്കിലും ഒന്ന് പാടൂ. സുജാത അല്പം കഴിഞ്ഞു വരൂ. പ്രഭ അപ്പോഴേക്കും ഇവിടെ വരും. എന്നിട്ട് ഞാൻ പാടാം. അയ്യോ, ആ ചേച്ചിയെ എനിക്ക് പേടിയാ. ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് പോലും പ്രഭ ചേച്ചിക്ക് ഇഷ്ടമല്ല. അതല്ലേ ചേച്ചിയില്ലാത്ത നേരം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ പ്രഭ ഇല്ലാത്തപ്പോ ഞാൻ... ചേട്ടാ, പ്രഭ ചേച്ചി വരാൻ ഇനിയും താമസിക്കുമല്ലോ. ആ ഒരു പാട്ട് കേൾക്കാനാണ് ഞാൻ വന്നത്. ചേട്ടന്റെ പാട്ടെന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താ. ശരി, സുജാത അകത്തേക്ക് വരൂ. സംഗീതത്തെ സ്നേഹിക്കുന്ന ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. വന്നാട്ടെ. ആയിരിക്കൂ. ഞാൻ ആദ്യം ഒരു കീർത്തനം പാടാം. അയ്യോ ചേട്ടാ, ആ പാട്ട് മതി. ഏത് പാട്ട്? ആ ചുമപ്പാട്ട്. അയ്യോ, അത് ചുമപ്പാട്ടല്ല. ഞാൻ പാടിയപ്പം ചുമച്ചു പോയതാണ്. ആ, അത് മതി. ഇപ്പൊ ചുമയില്ലാതെ പാടാൻ പറ്റൂ? അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ വന്നത്. ശരി, തുടങ്ങാം. ആ പാട്ട് ഇപ്പൊ വേറൊരു ട്യൂണിലാ പാടാൻ പോകുന്നത്. ഞാനൊരു മലയാളി, പാവം പാടും തൊഴിലാളി. ഞാനൊരു മലയാളി, പാവം പാടും തൊഴിലാളി. നാടിൻ മോചന രണഗണത്തിലെ പടയാളി. ഞാനൊരു മലയാളി, 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 മലയാളി. ഞാനൊരു മലയാളി, പാവം പാടും തൊഴിലാളി. ഞാനൊരു മലയാളി, മലയാളി, മലയാളി. പ്രഭ വന്നല്ലോ, ഞാൻ പോയി കഥ തുറന്നിട്ട് വരാം. അയ്യോ വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? പ്രഭ വെറും ഒരു പാവമാണ്. അയ്യോ ചേട്ടാ, എന്നെ കണ്ട കുഴപ്പമാ. ഞാൻ പുറകുവശത്തോടെ പോയിക്കൊള്ളാം. ഞാൻ പോയി തുറക്കട്ടെ? അയ്യോ വേണ്ട ചേട്ടാ, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ചേട്ടനും കുഴപ്പമാ. എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് ചേട്ടാ. ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലെ അനുഭവങ്ങളുണ്ടാ പറയുന്നത്. ഓ, അങ്ങനെയാണോ? എന്നാൽ ആഹാ, ഇന്ന് പ്രാക്ടീസ് ആയിരുന്നോ? ആ, പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ നമുക്കിന്നൊരു സിനിമയ്ക്ക് പോകാം. സിനിമയ്ക്കോ? ഇന്നോ? ശരി, വെക്കളയാ. നീ പോയി കുളിച്ച് റെഡിയായി വാ. കുളിക്കാനോ? കുളിച്ച് റെഡിയായി വാ. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. സത്യം പറയൂ. പറയാനാ പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞതാ സത്യം. എന്റെ പാട്ട് കേൾക്കാൻ ആ കുട്ടി വന്നത്. അവൾ എന്നെ ആരാധിക മാത്രമാണ്. ആരാധികമാരെ കട്ടിലിനടിയിലെത്തിയാണോ പാട്ട് കേൾപ്പിക്കുന്നത്? അവൾ നീ വന്നപ്പോ പേടിച്ച് കട്ടിനടി കയറി കിടന്നു പോയതാ. മുഖത്ത് നോക്കി കള്ളം പറയാൻ തുടങ്ങിയോ? അയ്യോ, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മുഖത്ത് നോക്കി കള്ളമേ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല, പക്ഷെ പ്രവർത്തിക്കും. മടുത്തു. നിങ്ങളടുത്ത് ജീവിതം മടുത്തു. തുറന്നു പറയൂ, ഞാൻ മാത്രം പോരെ നിങ്ങൾക്ക്? എന്റെ പൊന്നു പ്രഭേ, നീ എന്നൊന്ന് വിശ്വസിക്കൂ. എന്റെ പാട്ട് കേൾക്കണമെന്നും പറഞ്ഞു വന്ന അവളെ ഞാൻ ഒരു പാട്ട് പാടി കേൾപ്പിച്ചു. അതൊരു തെറ്റാണോ? അവൾ നിന്നെ പേടിച്ച ആ കട്ടിൽ അടിയിൽ കയറി കിടന്നത്. എനിക്ക് ആ പെണ്ണ് എന്റെ സിന്ധുമോളെ പോലെയാ.
പ്രഭേ, മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. നിങ്ങൾ എന്തിനാ കൂടെ കൂടെ മരിച്ചു വരെ പിടിച്ച് സത്യം ചെയ്യുന്നത്? അല്ലാതെ പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും? എനിക്കിപ്പോ വിശ്വാസമായി. നോക്കൂ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞാ മതി. ഞാൻ ഒരിക്കലും അങ്ങ് സംശയിക്കരുതായിരുന്നു. അങ്ങ് എന്നോട് ക്ഷമിക്കൂ. എല്ലാം എന്റെ സംഗീത ഭ്രാന്ത് കൊണ്ട് സംഭവിച്ചതല്ലേ. ഇനി ഒരിക്കലും എന്റെ പ്രഭ ദുഃഖിക്കേണ്ടതില്ല. പ്രഭേ, വയറ്റിനെന്താ സുഖമില്ലേ? നീ ദഹിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? കണ്ട കപ്പയും പുളിയും ചക്കയും ഒക്കെ വലിച്ചു വാരി തിന്നിട്ടായിരുന്നു. അല്ല, ഇന്നെന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? വിശേഷമൊക്കെ ഉണ്ട്. ഞാൻ ആരാണെന്നാണ് നീ വിചാരിച്ചത്? എന്റെ എല്ലാം. അതിലുമുപരി ഞാനൊരു ഗായകൻ കം മ്യൂസിക് ഡയറക്ടർ. ഈ കമ്മെന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ ചാൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. കിട്ടും, ഇപ്രാവശ്യം കിട്ടും. പുതുമുഖങ്ങളെ മാത്രം പങ്കെടുപ്പിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുടെ ഡയറക്ടർ ഇന്ന് ഹോട്ടൽ പാരഡൈസിൽ വരുന്നു. ഞാൻ അയാളെ കാണാൻ പോവുക. ചിലപ്പോ എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടും. അയ്യോ, സത്യമാണോ? ചേട്ടന് സിനിമ ചാൻസ് കിട്ടുമോ? എന്റെ ശബ്ദം കേട്ടാൽ ഏത് കൊലകൊമ്പനാ വീഴാത്ത. പാടുക മാത്രമല്ല, സംഗീത സംവിധാനവും നടത്തും. എന്റെ ദൈവമേ, എല്ലാം നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമാ. ആണല്ലോ. പിന്നല്ലാതെ. എങ്കിൽ 50 രൂപ എടുക്ക്. 50 രൂപയോ? അതെന്തിനാ? ഇരിക്കട്ടെ, ഒരു വഴിക്കിറങ്ങുന്നതല്ലേ. തരം തരം. സാറിന്റെ പടം എന്നാ കളറില്ല? കളറിൽ. അല്ല, വേറൊരു സാർ എനിക്ക് ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ഫിലിം കളറില്ല. അതിൽ ഡാലിയ കലക്കും. ശരിയാണോ സാർ? ശരിയാണ്, ഞാനല്ലേ പറയുന്നത്. വില്ലന്മാരുടെ ശല്യം നമുക്ക് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം.